ഹലോ ഹലോ അപ്പോൾ നമ്മൾ പോളിറ്റിയുടെ കണ്ടിന്യൂവേഷനാണ്. അറിയാലോ, കുറേ പേർക്കറിയാം. ക്ലാസ് കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഏതാണ്ട് 300ഓളം പേര് നമ്മുടെ പോളിറ്റി ക്ലാസ്സുകൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുകൊണ്ടാണ് കുറച്ച് ഒന്ന് ഗ്യാപ്പ് വന്നത്. ഇപ്പോൾ എന്തായാലും വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കമ്പനി ബോർഡിൻ്റെ പരിപാടികൾ, നമ്മുടെ സിലബസ് വെച്ചുള്ള ഡീപ്പായിട്ടുള്ള സ്റ്റഡി നാളെ തൊട്ട് തുടങ്ങും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പോളിറ്റിയും ഇനി കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ഒപ്പം പോവും. കാരണം നമുക്ക് പോളിറ്റി ഇനി വന്നിട്ട് ഒരുപാട് ഡിലേ ആക്കാനോ ലാഗ് ചെയ്യാനോ പറ്റില്ല. കാരണം കമ്പനി ബോർഡിൻ്റെ സിലബസ് പോകുമ്പോൾ പോളിറ്റി അതിനകത്ത് ഉൾപ്പെട്ടതാണല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാട് സിലബസ് വരുന്നതുകൊണ്ട് ഈ ക്ലാസ്സുകളൊക്കെ അത്യാവശ്യം ഇത്രയും വലിയൊരു ഗ്യാപ്പൊന്നും ഇല്ലാതെ വരും. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ 300ഓളം പേര് കണ്ടു അല്ലേ നമ്മുടെ ക്ലാസ്സൊക്കെ. അപ്പോൾ അവർ പോയിട്ട് നമ്മുടെ ക്വിസ് സെക്ഷനിലുള്ള ക്വിസ്സുകളും ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ. കാരണം ഞാനത് നമ്മൾ പഠിപ്പിച്ച നമ്മുടെ ലെക്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ PSCക്കൊക്കെ വരുന്ന എങ്ങനെയാണോ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ആ ഒരു രീതിയിൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നമ്മുടെ ഈ പോസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു, അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമ്മുടെ പോസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയാൽ ഇതുപോലെ ഒരുപാട് ക്വിസ് ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കണ്ടോ, 9 ആൻസേർഡ്, 7 ആൻസേർഡ്, 8 ആൻസേർഡ് എന്നൊക്കെ കാണുന്നു. 9 8 പേരൊക്കെ സ്ഥിരം അത് ചെയ്യുന്നുള്ളൂ. നിങ്ങളത് കാണുന്നവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയത് കാണണം കേട്ടോ. കാരണം നമ്മൾ പഠിക്കുന്നത് മാത്രമല്ല, പോളിറ്റിയെ സംബന്ധിച്ച് ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും, എസ്പെഷ്യലി സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങിയതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്കത് ടാക്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിച്ച കാര്യം ടെസ്റ്റ് കൂടെ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് വിട്ടേക്കൂ. നമുക്ക് ലെക്ചേഴ്സിലോട്ട് തന്നെ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ ലെക്ചറിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 1 എന്താ കണ്ടത്? ചാപ്റ്റർ 1 നമ്മൾ 3 പാർട്സിലായിട്ട് തീർത്തു. നമ്മൾ കണ്ടത് 1773 റെഗുലേറ്റിംഗ് ആക്ട് തൊട്ട് 1947 നമ്മൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടതല്ലേ. അതെ. അപ്പോൾ സ്വാതന്ത്ര്യം വരെയുള്ള നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തു? കമ്പനി റോളെന്നും ക്യൂനിൻ്റെ റോളെന്നും രണ്ടായിട്ട് മാറ്റി അവസാനമുള്ള പ്രധാനപ്പെട്ട 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റും 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റും ഒക്കെ പരിശോധിച്ചു അല്ലേ. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സായി, നമ്മുടെ കയ്യിലോട്ട് ഭരണം തരികയാണ് അല്ലേ. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കാനായിട്ട് നമ്മുടെ കൈകളിലോട്ട് തന്നെ ഭരണം തരുന്ന ആ ചരിത്ര മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഒരുപാട് ബ്രിട്ടൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ നയങ്ങളെക്കുറിച്ചോ, ബ്രിട്ടൻ എങ്ങനെയാണ് ഇന്ത്യ ഭരിക്കാനായിട്ട് പോളിറ്റി വഴി ശ്രമിച്ചതോ എന്നുള്ള പേഴ്സ്പെക്റ്റീവ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനോ സംസാരിക്കുന്നതിനോ ഒക്കെക്കാൾ കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ചും കൂടി ടെക്നിക്കലായിട്ട് നമ്മുടെ ഭരണത്തിൻ്റെ ഉള്ളിലോട്ട്, നമ്മൾ ഇന്ന് കാണുന്ന നമുക്കിന്നൊരു ഭരണഘടന ഉണ്ടല്ലോ, നമുക്കൊരു ഭരണഘടനയുണ്ട്, നമുക്ക് പല പല കാര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ നാന്ദി കുറിച്ചത് എവിടെ നിന്നാണ്, അതിൻ്റെയൊക്കെ ഉത്ഭവം എവിടെ നിന്നാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിന് നമ്മളിതിനെ പെർസ്പെക്റ്റീവിനെ കാണേണ്ടത്. അപ്പോൾ കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് നമ്മുടെ ഭരണഘടനയുടെ ഒരു സ്കെലിറ്റൻ, അതിൻ്റെ ഒരു ഓർഗാനിക് രൂപത്തിനെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യ തന്നെ നിർമ്മിക്കുന്ന പ്രക്രിയയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട പേരാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആണ് അതിന് വേണ്ടിയിട്ട് നിർണ്ണയിക്കപ്പെട്ട ബോഡി. ആ പേരിൽ തന്നെ ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ബോഡി ഏതാണ്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്. 1946 വന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അല്ലേ, ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ച്. ശരി, അതിന് ഉത്ഭവം, അതിൻ്റെ ജന്മം കൊണ്ട സമയത്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു പേരാണ്, ഒരു മുഖമാണ് ശ്രീ MN റോയുടെ മുഖം. MN റോയുടെ മുഖം നമ്മൾ എപ്പോഴും ഓർക്കണം. 1934 എന്ന വർഷം നമ്മൾ ഓർക്കണം. MN റോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, അത് CPI ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ ഒരുപാടുണ്ടല്ലോ, ഒരുപാട് ഫാക്ഷൻ ഉണ്ടല്ലോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പല അതിൻ്റെയൊക്കെ ഒരു പയനീർ, അതിൻ്റെയൊക്കെ ഒരു മുന്നോടി, അതിൻ്റെയൊക്കെ ഒരു മുന്നിൽ നടന്ന് നയിച്ച ആളെന്ന് നമ്മൾ വിളിക്കുന്ന ആളാണ് MN റോയ്. ഓക്കെ, അപ്പോൾ MN റോയ് എന്ന മാർക്സിസ്റ്റ് ചിന്തകനാണ്, ഇടതുപക്ഷ ചിന്തകനാണ്
ഇന്ത്യക്കാർക്ക് സ്വന്തമായ ഒരു അവരുടെ ഭാഗധേയം, അവരുടെ ഭാവി നിർണ്ണയിക്കാനുള്ളൊരു ഭരണഘടന വേണമെന്ന് ഫസ്റ്റ് പറഞ്ഞത്. ആ പറഞ്ഞ വർഷം 1934 ആണ്. ആ 1934 എന്ന് പറഞ്ഞ വർഷത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാൻ പറഞ്ഞുള്ളൂ 1935 ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഇമ്പോർട്ടൻറ്റ് പീസ് ഓഫ് ബ്രിട്ടീഷ് ലെജിസ്ലേഷൻ ഏതാ? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലേ? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് നമുക്ക് ഭരണം നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്ത്, ഒരു സെക്കൻഡ്, ഓക്കെ, ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്ത്, ഒരു പീസ് ഓഫ് ലെജിസ്ലേഷൻ. അതിന് തൊട്ട് മുമ്പ്, അതിന് ഒരു വർഷം മുമ്പ് തന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എം എൻ റോയ് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യക്കാർക്ക് അവരുടേതായ ഭാവി നിർണ്ണയിക്കാനുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നുള്ളത്. അതാണ് പറയുന്നത്. എം എൻ റോയ്, എ മാർക്സിസ്റ്റ് തിങ്കർ ആൻഡ് വൺ ഓഫ് ദ ഏർലി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ്, ഡിമാൻഡഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ബിക്കോസ് ഹി ബിലീവ്ഡ് that India's freedom and democratic future required a constitution made by the people themselves, not one granted by the British government or by any ruling elite. അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കുക. ഇനി അടുത്ത കാര്യം എന്താ? 1935 വരുമ്പോൾ ഇത് കോൺഗ്രസിൻ്റെ പതാകയാണല്ലേ? കോൺഗ്രസിൻ്റെ പതാകയാണ്. അപ്പോൾ എം എൻ റോയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. 1934 അടുത്ത വർഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായ 1935 തന്നെ അടുത്ത് വരുന്ന എന്താണ്? ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒഫീഷ്യലി എൻഡോഴ്സ്ഡ് ആൻഡ് ഡിമാൻഡഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇൻ 1935 ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്റ്സ് പ്രപ്പോസ്ഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്. അതാണ് എന്ത്? 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ആ സമയത്ത് തന്നെ കോൺഗ്രസും അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എം എൻ റോയ് ആയി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയി. അടുത്തത് ഈ പ്രധാനപ്പെട്ട 2 സെഷൻസിനെ കുറിച്ചും 2 വർഷവും നിങ്ങൾ ചിന്തിക്കണം. 1938, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായ 1935 കഴിഞ്ഞിട്ട് 3ാമത്തെ വർഷം അല്ലേ? 3ാമത്തെ വർഷം 1938 ഹരിപുര സെഷൻ നടക്കുന്നത്. ഈ ഹരിപുര സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും, ചരിത്രം പഠിച്ച ആൾക്കാർക്ക്. കാരണം എന്താ? നമുക്കൊക്കെ വളരെ ആദരണീയനായ ഒരു വ്യക്തിത്വമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നേതാജി. കാരണം എന്താ? നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ സംബന്ധിച്ച് ബാക്കിയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളോടുള്ള ഡിസ്റെസ്പെക്റ്റ് കൊണ്ട് ഞാൻ പറയല്ല. ഇപ്പം എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഔട്ട് ഓഫ് ദ ബോക്സ് രീതിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ ശ്രമിച്ച ആളെന്നുള്ള രീതിയിൽ അതിനകത്ത് ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിനുവേണ്ടി വേറെ ഒരു രീതിയിൽ സ്വന്തം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ത്യജിച്ചുകൊണ്ട് ചെയ്ത ഒരാളെന്നുള്ള രീതിക്ക് വളരെയധികം ഇന്ത്യക്കാരുടെയും ഒരുപാട് യുവാക്കളുടെയും ഒക്കെ ആരാധന ഏറ്റുവാങ്ങുന്ന ഒരു വ്യക്തിത്വമാണ് നേതാജിയെ സംബന്ധിച്ച് 1938 ഹരിപുര സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹരിപുര സെഷനിലാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന വ്യക്തി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആവണം അല്ലേ? പ്രസിഡൻ്റ് ആവണം എന്നുള്ള തീരുമാനം അവർ വോട്ടിലൂടെ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും അദ്ദേഹം പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ ശൈലി മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനുശേഷം 1939 എന്ത് സംഭവിച്ചു? ത്രിപുരി. അപ്പോൾ 1938 ഹരിപുര സെഷൻ, 1939 ത്രിപുരി സെഷൻ എവിടെ നടന്നത്? മധ്യപ്രദേശിൽ നടന്ന ത്രിപുരി സെഷനിൽ വെച്ചിട്ട് അദ്ദേഹം റീഇലക്റ്റ് ചെയ്യപ്പെട്ടു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരിക്കലും അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഞാനിത് ഹിസ്റ്ററിയുടെ കൂടെ ചേർത്തോണ്ട് പറയുന്നതേ ഉള്ളൂ. 1938 ഹരിപുര സെഷനിൽ വെച്ചാണ് നേതാജി സെലക്ട് ചെയ്യപ്പെട്ടത്. 1939 ത്രിപുരി സെഷനിൽ വെച്ച് അദ്ദേഹം റീഇലക്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ റീഇലക്റ്റ് ചെയ്തപ്പോൾ മഹാത്മാഗാന്ധിയുടെ ഒരു കാൻഡിഡേറ്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ കാൻഡിഡേറ്റിനെ തോൽപ്പിച്ചിട്ടാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ് റീഇലക്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലേ? അപ്പോൾ മഹാത്മാഗാന്ധിയുടെ കാൻഡിഡേറ്റിനെ തോൽപ്പിച്ചിട്ട് റീഇലക്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു ഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും തമ്മിൽ നയപരമായ രീതിയിൽ കേട്ടോ. അപ്പോൾ നയപരമായ രീതിയിൽ പ്രശ്നം ഉണ്ടായതുകൊണ്ട് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഒരുപാട് പേര് രാജിവെച്ച് പോവുകയും അതിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസ് 1939 കോൺഗ്രസ് വിട്ട് ഇറങ്ങുകയും ശേഷം എന്താ ഉണ്ടായത് നമുക്കറിയാം. ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിച്ചു അല്ലേ? ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ഇടതുപക്ഷ പാർട്ടി രൂപീകരിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ്ലി വേറൊരു തലത്തിലോട്ട് എടുത്തുകൊണ്ട് പോവുകയും ആസാദ് ഹിന്ദ് ഫൗജിൻ്റെയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഒക്കെ മൂർധന്യാവസ്ഥയിലോട്ടൊക്കെ എത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ നിർമ്മിക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ നിർമ്മാണത്തിലോട്ടുള്ള ചുവടുവെപ്പിൽ ഈ 2 വർഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളാണ്. അത് നിങ്ങൾ ഓർക്കണം. ഹരിപുര സെഷനും ത്രിപുരി സെഷനും അത് സുഭാഷ് ചന്ദ്രബോസിനെ സംബന്ധിച്ചുള്ള ഒരു മൈൽ സ്റ്റോൺ മാത്രമല്ല ഈ 2 വർഷങ്ങൾ. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തുകയും നേരെ റെസിഗ്നേഷനിലോട്ട് വരികയും ചെയ്ത വളരെ ഡൈനമിക് ആയിട്ടുള്ള വർഷങ്ങൾ മാത്രമല്ല 1939 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, ഇതേ സമയം തന്നെയാണ്, ഇതേ ഹരിപുര സെഷനിലാണ്, ഇങ്ങനെ ഓർക്കൂ, ഇങ്ങനെ പഠിക്കൂ, അതായത് സുഭാഷ് ചന്ദ്രബോസിനെ പ്രസിഡൻ്റായിട്ട് സെലക്ട് ചെയ്ത അതേ ഹരിപുര സെഷൻ ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലാണ് എന്ത് ജവഹർലാൽ നെഹ്റു ഇതാ വായിച്ചോ. അറ്റ് ദ ഹരിപുര സെഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1938 ജവഹർലാൽ നെഹ്റു ആസ് കോൺഗ്രസ് പ്രസിഡന്റ് made a clear and powerful declaration about the need for a constituent assembly. അതായത് ഇത്രത്തോളം കലുഷിതമായിട്ട് കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും വലിയ വലിയ ഫാക്ഷൻസ് നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്കുള്ള ആവശ്യവും കൂടെ വരുന്നത്. അപ്പോൾ എത്രത്തോളം പൊളിറ്റിക്കലി തിളച്ചു മറിയുന്ന ഒരു സമയവും ഒരു സാഹചര്യമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഒരു സമാധാനത്തിൻ്റെയും ഒരു നല്ലൊരു ഭരണ സംവിധാനത്തിൻ്റെയും നടുവിൽ ഇരുന്നുകൊണ്ട് നമ്മൾ പറയുന്നതിലുപരി അന്നേരം എന്തോ ഒരു കലുഷിതമായിരുന്നു, എന്തോ ഒരു ആവശ്യമുള്ളൊരു വസ്തുതയായിരുന്നു ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ നിർമ്മാണം എന്നുള്ളത്. ഈ ഒരു സമയത്തിനെ നമ്മൾ ചരിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അന്ന് നടന്ന സംഭവങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ. ഓക്കെ, അപ്പോൾ 1938 ഹരിപുര സെഷൻ എന്താണ് സുഭാഷ് ചന്ദ്രബോസ് വന്ന വർഷം. സുഭാഷ് ചന്ദ്രബോസ് വന്നപ്പോൾ തന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്നുള്ള റെസൊല്യൂഷനും ജവഹർലാൽ നെഹ്റു ഉയർത്തിയ ആവശ്യം ഉയർത്തി. അപ്പോൾ അത് നിങ്ങൾ ഓർക്കുക കേട്ടോ. ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തി ഓർത്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മൈൻഡിലിരിക്കും. കാരണം എനിക്കറിയാം കുറേ ആൾക്കാർക്ക് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞൊരു ബിംബം, ഒരു ഇമേജിനെ കുറിച്ചൊരു കൾട്ട് ഫോളോയിങ് ഉണ്ട്, ഒരു ഫാൻ ഫോളോയിങ് ഉണ്ട്, എനിക്കുണ്ട് എന്നറിയാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കിത് പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും കൂടുതൽ നല്ല കാര്യമല്ലേ, നമ്മുടെ ഓർമ്മയിൽ കൂടുതൽ ഇരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ 1940s കിടക്കുകയാണ് അല്ലേ. പതുക്കെ സ്വാതന്ത്ര്യലബ്ധിയുടെ അടുത്തോട്ട് നമ്മൾ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോഴാണ് ഓഗസ്റ്റ് ഓഫർ വരുന്നത്. അപ്പോൾ ഓഗസ്റ്റിൽ തന്നെ നമുക്കെപ്പോഴും ഓഗസ്റ്റ് നല്ലൊരു മാസം, നല്ലൊരു ഐശ്വര്യമുള്ളൊരു മാസമാണ്. ഓഗസ്റ്റിൽ ബ്രിട്ടീഷുകാർ ഒരു ഓഫറും തന്നു. ഓഗസ്റ്റിൽ നമുക്ക് ഭരണവും തന്നു. അറിയാലോ, നമുക്ക് സ്വാതന്ത്ര്യം തന്നു. ഭരണം നമ്മൾ ജനുവരിയിലാണല്ലോ നേടിയെടുത്തത് നമ്മൾ സ്വന്തം. ഓഗസ്റ്റിൽ നമുക്ക് സ്വാതന്ത്ര്യം തന്നു. അപ്പോൾ 1940 ആ സമയത്ത് ഓഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞൊരു ഓഫർ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് 1942 ഒരു കമ്മീഷൻ ഇന്ത്യയിൽ വരുമെന്ന് പറഞ്ഞു. സർ സ്റ്റഫോർഡ് ക്രിപ്സിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷൻ. അതിനെന്താ വിളിക്കുന്നത് ക്രിപ്സ് മിഷൻ എന്നാണ് അതിനെ നമ്മൾ വിളിച്ചിരുന്നത് അല്ലേ. അതെ, ക്രിപ്സ് മിഷൻ എന്നാണ് നമ്മൾ ക്യാബിനറ്റ് മിഷൻ എന്നാണ് വിളിച്ചിരുന്നത്. സോറി പേര് പറഞ്ഞപ്പോൾ മാറിപ്പോയതാ. ക്യാബിനറ്റ് മിഷൻ എന്നാണ് നമ്മളതിനെ വിളിച്ചിരുന്നത്. അപ്പോൾ സർ സ്റ്റഫോർഡ് ക്രിപ്സിൻ്റെ നേതൃത്വത്തിലാണ് ക്യാബിനറ്റ് മിഷൻ വന്നത്. 1940 ഓഗസ്റ്റ് ഓഫർ അനുസരിച്ച്. എന്തായിരുന്നു ഓഫർ? സർ സ്റ്റഫോർഡ് ക്രിപ്സ് അറൈവ്ഡ് ഇൻ ഇന്ത്യ വിത്ത് എ ഡ്രാഫ്റ്റ് പ്രപ്പോസൽ ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതെ, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ നമ്മൾ 1934 MN റോയ് തുടങ്ങിയ ആവശ്യം ഇപ്പോൾ വന്ന് നിൽക്കുന്ന എവിടെയാണ്? 1940 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓഗസ്റ്റ് പ്രപ്പോസൽ തന്ന ഒരവസ്ഥ വരെ വന്ന് നിൽക്കുകയാണ്. അതിനനുസരിച്ച് സർ സ്റ്റഫോർഡ് ക്രിപ്സ് അറൈവ്ഡ് ഇൻ ഇന്ത്യ വിത്ത് എ ഡ്രാഫ്റ്റ് പ്രപ്പോസൽ ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എൻ ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നിർമ്മിക്കാനായിട്ട് ഇന്ത്യയെ സഹായിക്കാം, അതിനൊരു ഡ്രാഫ്റ്റ് പ്രപ്പോസൽ കൊടുക്കാം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ക്യാബിനറ്റ് മിഷൻ വരികയുണ്ടായി അല്ലേ. അപ്പോൾ ഇവിടെ വീണ്ടും വരുന്നു. ഇവിടെ മുഹമ്മദ് അലി ജിന്നയും മുസ്ലിം ലീഗും വില്ലന്മാരായിട്ട് എൻട്രി കൊടുക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് റിജക്റ്റഡ് ദ ക്രിപ്സ് പ്രപ്പോസൽ. അപ്പോൾ ഇങ്ങനെ വന്ന ക്യാബിനറ്റ് മിഷൻ്റെ പ്രപ്പോസൽ മുസ്ലിം ലീഗ് എതിർത്തു. മുസ്ലിം ലീഗ് എതിർക്കാൻ കാരണം 1940 തുടക്കത്തിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ 30 എൻഡിങ് തൊട്ട് 40-41 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭമൊക്കെ തുടങ്ങുന്ന സമയം, ഡു ഓർ ഡൈ, ആ സമയമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കലി ഭയങ്കര കലുഷിതമാണ്. അതിൻ്റെ ഔന്നിത്യത്തിലെത്തി നിൽക്കുന്ന, അതിൻ്റെ ഒരു പീക്കിലെത്തി നിൽക്കുന്ന സമയമാണ്. പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ ഇടയിലൂടെ മുസ്ലിം ലീഗിന് വിട്ടുപോകാനുള്ള വ്യഗ്രത, കോൺഗ്രസിൻ്റെ ക്ഷമയില്ലായ്മ, അതിൽ സുഭാഷ് ചന്ദ്രബോസ് പോകുന്നു, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പ്രവർത്തനങ്ങൾ, അങ്ങനെ ഭയങ്കര ആ സമയത്തിനോടനുബന്ധിച്ച് അതിൻ്റെ വാല് പിടിച്ച്
രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയങ്ങൾ വരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു റാഡിക്കലായിട്ടുള്ള മാറ്റം ലോകം മുഴുവൻ നടക്കുന്ന സമയത്ത് തന്നെയാണ് 1940കളുടെ എൻഡിങ്ങിനോടനുബന്ധിച്ച് പാകിസ്ഥാൻ മൂവ്മെൻറ്റും ശക്തി പ്രാപിക്കുന്നത്. പാകിസ്ഥാൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ അതായത് ഷിംല കോൺഫറൻസിൻ്റെ ടൈമിൽ തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ശക്തി പ്രാപിക്കുന്നത് എപ്പോഴാണ്? 1940കളിൽ ശക്തി പ്രാപിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ഓഗസ്റ്റ് ഓഫറുമായിട്ട് വന്ന സ്റ്റാഫോർഡ് ക്രിപ്സിൻ്റെ ക്യാബിനറ്റ് മിഷൻ്റെ പ്രപ്പോസൽസ് മുസ്ലിം ലീഗ് അംഗീകരിച്ചില്ല. ഓക്കെ, പക്ഷേ ക്യാബിനറ്റ് മിഷൻ സെൻറ്റ് ടു ഇന്ത്യ ഡിസൈഡഡ് ഹവർ ടു പുട്ട് ഫോർവേഡ് എ സ്കീം വിച്ച് മോർ ഓർ ലെസ് സാറ്റിസ്ഫൈഡ് ദ ലീഗ്. ഒരു കൂടിയ അളവിലോ കുറഞ്ഞ അളവിലോ ലീഗിനെ കുറച്ചൊക്കെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു കോംപ്രമൈസ് പോലെ, ഒരു സമന്വയം പോലെ, ഒന്ന് സമന്വയിപ്പിച്ച് കൊണ്ടുവരുന്ന പോലെ, കോൺഗ്രസിനെ ലീഗിനെ കൊണ്ടുവരുന്ന പോലെ ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്തായാലും ക്യാബിനറ്റ് മിഷൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ 1942. ദ ക്യാബിനറ്റ് മിഷൻ അറൈവ്ഡ് ഇൻ മാർച്ച് 1946 ടു പ്ലാൻ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഫ്രം ബ്രിട്ടീഷ് റൂൾ ടു ഇന്ത്യൻ ലീഡർഷിപ്പ്. അതായത് 1942 അതിൻ്റെ പ്ലാൻ തുടങ്ങിയത്. പക്ഷേ 1946 ദ ക്യാബിനറ്റ് മിഷൻ അറൈവ്ഡ് ഇൻ മാർച്ച് 1946 ടു പ്ലാൻ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഫ്രം ബ്രിട്ടീഷ് റൂൾ ടു ഇന്ത്യൻ ലീഡർഷിപ്പ്. ഓക്കെ, മെമ്പേഴ്സ് ആണെങ്കിലോ ഇറ്റ് കൺസിസ്റ്റഡ് ഓഫ് 3 ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെപ്പോഴും ചോദിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ് കൺസിസ്റ്റഡ് ഓഫ് 3 ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ആ ബ്രിട്ടീഷിൻ്റെ മന്ത്രിതലത്തിലുള്ള ആൾക്കാരെ, പാർലമെൻറ്റിൽ നിന്നുള്ള ഒരു മെമ്പേഴ്സ് വന്ന പോലെയല്ല, മന്ത്രിതലത്തിൽ നിന്നുള്ള ആൾക്കാരെ വന്നതുകൊണ്ടാണ് എന്നെ ക്യാബിനറ്റ് മിഷൻ എന്ന് വിളിക്കുന്നത്. അതിലെന്താ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പാത്രിക് ലോറൻസും സർ സ്റ്റഫോർഡ് ക്രിപ്സും പിന്നെ ആരാ AV അലക്സാണ്ടറും. ഈ 3 പേരുകളും ഓർക്കുക. 7 പേരായിട്ട് വന്നൊരു കമ്മീഷൻ ഉണ്ടായിരുന്നല്ലോ, സൈമൺ കമ്മീഷൻ 1927 അല്ലേ. അതെന്താ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ എഫക്ട്സ് പഠിക്കാൻ വേണ്ടി വന്നതാണ്. 1919 പറഞ്ഞിരുന്നത് 10 വർഷത്തിന് ശേഷം വരുമെന്നാണ്. പക്ഷേ അന്നും ഇതുപോലെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ കാരണം 3 വർഷം മുമ്പ് തന്നെ 1927 തന്നെ സൈമൺ കമ്മീഷൻ വന്നിരുന്നു. ഓക്കെ, ഇതോ ക്യാബിനറ്റ് മിഷൻ പ്ലാനിൽ 3 പേരാണ്. ആരൊക്കെയാണ്? ലോർഡ് പാത്രിക് ലോറൻസും സ്റ്റഫോർഡ് ക്രിപ്സും AV അലക്സാണ്ടറും. ഓക്കെ, അപ്പോൾ ഈ 3 പേര് ഉള്ള ക്യാബിനറ്റ് മിഷനാണ് പ്രപ്പോസ് ചെയ്തത്. ഒരു ഫെഡറൽ യൂണിയൻ ഓഫ് ഇന്ത്യ വിത്ത് ലിമിറ്റഡ് സെൻട്രൽ പവേഴ്സ് ബട്ട് ഫെയിൽഡ് ഡ്യൂ ടു കോൺഗ്രസ് മുസ്ലിം ലീഗ് ഡിസഗ്രിമെൻറ്റ്സ് പേവിംഗ് ദ വേ ഫോർ പാർട്ടീഷൻ. ഓക്കെ, അപ്പോൾ അവർ പ്രപ്പോസ് ചെയ്ത എന്താണ്? ഒരു ഫെഡറൽ യൂണിയൻ, ലിമിറ്റഡ് സെൻട്രൽ പവേഴ്സ് വെച്ചിട്ട്, വളരെ ചുരുങ്ങിയ സെൻട്രൽ പവേഴ്സ് വെച്ചിട്ടുള്ള ഒരു ഫെഡറൽ യൂണിയൻ ആണ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്. നമ്മൾ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള വാർത്തകളൊക്കെ നിങ്ങൾ ഒരുപാട് വായിക്കുമ്പോൾ, ഇപ്പോൾ സംസ്ഥാനത്തിന് ഫണ്ട് തന്നില്ല, സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളിൽ കേന്ദ്രം ഇടപെടുന്നു എന്നുള്ള കാര്യങ്ങൾ, കേന്ദ്രത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ഇരിക്കുന്നു എന്നതിനെല്ലാം ഉപരി നമ്മൾ രാഷ്ട്രീയ ഭേദമന്യേ കേൾക്കുന്ന ഒരു ആരോപണമാണ്. അപ്പോൾ ഈ ഫെഡറലിസത്തിൻ്റെ കടക്കിൽ കത്തിവെക്കുന്നു നമ്മൾ കേൾക്കുന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് ഇന്ത്യയുടെ ഭരണഘടന ഫെഡറൽ ഭരണഘടനയാണ് എന്നുള്ള കാര്യം നിങ്ങൾ എവിടെയും പോയി എഴുതി വെക്കരുതെന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ അങ്ങനെ ഒരു ധ്വനിയുള്ളൊരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ, ഫെഡറലിസം സ്വഭാവമുള്ള ഭരണഘടനയാണോ എന്നുള്ള ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ആണെന്ന് പറയരുത്. കാരണം ഇന്ത്യയുടെ ഭരണഘടനയിൽ എവിടെയും അതൊരു ഫെഡറൽ സംവിധാനമാണെന്ന് എഴുതി വെച്ചിട്ടില്ല. അംബേദ്കറുടെ വാക്കുകളിൽ തന്നെ ഇന്ത്യൻ യൂണിയൻ ഈസ് എ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് വിത്ത് ഇൻഡിസ്ട്രക്റ്റബിൾ സെൻറ്റർ, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് വെർബാറ്റിം ഓർമ്മയില്ല. ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് വിത്ത് ഇൻഡിസ്ട്രക്റ്റബിൾ സെൻറ്റർ ആണ് അതിൻ്റെ കോൺസെപ്റ്റ്. അംബേദ്കറിൻ്റെ വാക്കുകളിൽ, അംബേദ്കറിൻ്റെ പ്രസംഗത്തിൽ നിന്ന് അങ്ങനെയാണ്. കാരണം ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്, അതായത് ഒരു യൂണിയൻ്റെ അകത്ത് നമ്മൾ സ്റ്റേറ്റ്സ് എന്നുള്ള രീതിക്ക് നമ്മൾ പലതരത്തിൽ തന്നെ ഡിസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ നശിപ്പിക്കുക എന്നുള്ളതല്ല, അതിൻ്റെ സ്ട്രക്ചർ മാറ്റും. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് എന്നുള്ളത് ആന്ധ്രയും തെലങ്കാനയായിട്ട് മാറി. അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളും കൂട്ടിച്ചേർത്ത സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ വിട്ടുകൊടുത്ത സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ അതിർത്തി മാറ്റുക. ഭാഷാപരമായിട്ട് തന്നെയാണ് സംസ്ഥാനങ്ങളൊന്നും ഇല്ലല്ലോ, ആന്ധ്രയും തെലങ്കാനയിലും തെലുങ്ക് തന്നെയല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ അത് യൂണിയൻ്റെ തീരുമാനമാണ്. അപ്പോൾ യൂണിയൻ്റെ അകത്ത് നിന്നുകൊണ്ട് സ്റ്റേറ്റുകളെ ഡിസ്ട്രക്റ്റ് ചെയ്യാം, പക്ഷേ യൂണിയൻ ഡിസ്ട്രക്റ്റബിൾ അല്ല. യൂണിയനിൽ നിന്ന് സെസീഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അങ്ങനെ ഒരു സ്വഭാവമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളത്. ഫെഡറലിസത്തിനെ ഇന്ത്യൻ ഭരണഘടന പൊളിറ്റിക്കലി ഫെഡറലിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഭരണപരമായിട്ട് ഫെഡറലിസം ഉണ്ട്, ഈ പറഞ്ഞ പോലെ കൺകറൻ ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഒക്കെ ഉണ്ട്. പക്ഷേ പൊളിറ്റിക്കൽ സ്ട്രക്ചർ, ഇന്ത്യയുടെ പോളിറ്റി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അത് യൂണിയനാണ്, ഇന്ത്യൻ യൂണിയനാണ് അല്ലേ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതിൻ്റെ ക്യാബിനറ്റ് മിഷൻ്റെ പ്രപ്പോസൽ അനുസരിച്ച് ഇതുപോലൊരു യൂണിയൻ ആക്കാനാണ് നോക്കിയത്, അമേരിക്കയെ പോലൊരു യൂണിയൻ ആക്കാൻ അല്ലേ. അമേരിക്ക ഒരു യൂണിയനാണല്ലോ
അല്ല സോറി ക്ഷമിക്കണം, അമേരിക്ക ഒരു ഫെഡറൽ സംവിധാനമാണ്, ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആണല്ലോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ അതുപോലൊരു ഫെഡറൽ യൂണിയൻ ഓഫ് ഇന്ത്യ ആക്കാൻ ശ്രമിച്ചതിനെ എന്താണെങ്കിലും കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കങ്ങൾ കാരണം അത് മുസ്ലിം ലീഗ് റിജക്റ്റ് ചെയ്തു. കാരണം രണ്ടാമത്തെ കാര്യം, മുസ്ലിം ലീഗിന് പാകിസ്ഥാൻ വേണമെന്നുള്ളൊരു വാദം അതിനകത്ത് നിലനിൽക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ക്യാബിനറ്റ് മിഷൻ പ്ലാനിൽ എത്തി നിൽക്കുകയാണ് 1942. ഇനി എന്താ? ഓക്കെ, 1946 എന്ന് പറഞ്ഞ വർഷം അല്ലേ, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള വർഷം നവംബർ 1946 നവംബറിലാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വരുന്നത്. ഇറ്റ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അക്കോർഡിംഗ് ടു ദ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വരുന്നത്. ഇനി ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഘടനയെക്കുറിച്ചൊന്ന് നമുക്ക് ബ്രീഫായിട്ട് നോക്കാം. ഘടനയെക്കുറിച്ച് നോക്കുമ്പോൾ എന്താ? ഘടനയെക്കുറിച്ച് നോക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. 1 for 1 million, ഈ കാര്യം നിങ്ങളുടെ നോട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. അതായത് 1 million എന്ന് വെച്ചാൽ 10 ലക്ഷം. 10 ലക്ഷം ആൾക്കാർക്ക് 1, അത് മൈൻഡിൽ വെച്ചോ, അതെന്താണെന്ന് പറയാം. അതുപോലെ തന്നെ ഈ വാക്കും പാർട്ട്ലി ഇലക്റ്റഡ് പാർട്ട്ലി നോമിനേറ്റഡ്, പകുതിയോളം എലക്ട് ചെയ്തതും പകുതിയോളം നോമിനേറ്റ് ചെയ്യപ്പെട്ടതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതും. ഓക്കെ, ഇതെന്തിനെ കുറിച്ചാണ് പറയുന്നത്? 1946 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ കുറിച്ചാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 1 വർഷം മുമ്പുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ കുറിച്ചാണ്. അതിനകത്ത് പാകിസ്ഥാൻ്റെ മെമ്പേഴ്സൊക്കെ ഇരിപ്പുണ്ട്. ആ ചിത്രം മൈൻഡിൽ വേണം. ആ ചിത്രം മൈൻഡിൽ കൊണ്ടുവന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഒരു 10 ലക്ഷത്തിന് 1 വോട്ട്. അതുപോലെ തന്നെ എന്താ? പാർട്ട്ലി ഇലക്റ്റഡ് പാർട്ട്ലി നോമിനേറ്റഡ്, അത് ഓക്കെ, ചിന്തിച്ചല്ലോ. ആ ചിത്രം മൈൻഡിൽ ലോക്ക് ചെയ്ത് വെച്ചോ. ഇനി ഈ കാര്യങ്ങൾ വായിക്കാം. സീറ്റ്സ് വർ അലോക്കേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ റെസ്പെക്റ്റീവ് പോപ്പുലേഷൻ. ഏകദേശം ഇന്നുള്ള പോലെ തന്നെ ജനസംഖ്യയ്ക്ക് അനുസരിച്ചാണ് സീറ്റ്. ഇന്നിപ്പോൾ നമ്മുടെ അവസ്ഥ എന്താ? ലോക്സഭയിലോട്ടുള്ള സീറ്റുകൾ എങ്ങനെയാണ്? ജനസംഖ്യയ്ക്ക് അനുസരിച്ചല്ലേ. ഇപ്പം നിങ്ങളുടെ വീട് വയനാടാണെങ്കിൽ വയനാട് ജില്ല മാത്രമാണോ വയനാട് ലോക്സഭാ മണ്ഡലം? അല്ല, നിലമ്പൂരും പെരിന്തൽമണ്ണ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടും തോന്നുന്നു മലപ്പുറത്തിൻ്റെ. ഇപ്പോൾ ആലപ്പുഴയിലാണെങ്കിൽ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം കൊല്ലം ജില്ലയിലാണ്. പക്ഷേ ആലപ്പുഴ മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്? അതിൽ മണ്ഡലമാവാൻ കാരണം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഇത്രയും ജനങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് നിന്ന് ഇത്രയും പ്രതിനിധി എന്നുള്ളൊരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ 1946 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലും അത് തന്നെയാണ്. എന്താ? ബേസിസ് ഓഫ് ദ റെസ്പെക്റ്റീവ് പോപ്പുലേഷൻ, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ അനുസരിച്ചിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അങ്ങനെ ജനസംഖ്യയുടെ അനുസരിച്ചുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ പല പല മണ്ഡലത്തിലും നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടുത്താത്ത സ്ഥലങ്ങൾ ഉൾപ്പെടുന്നത്. മനസ്സിലായോ? ഒരു ജില്ലയ്ക്കകത്ത് തന്നെ വേറെ മണ്ഡലമുള്ളൂ. ഇപ്പോൾ ആലത്തൂർ എന്ന് പറഞ്ഞ മണ്ഡലം തൃശ്ശൂരും പാലക്കാടൊക്കെ ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണെന്ന് തോന്നുന്നു. ഉറപ്പില്ല, പക്ഷേ ആണെന്ന് തോന്നുന്നു. അങ്ങനെ വരാൻ കാരണം എന്താ? ആ ജനസംഖ്യ അവിടുത്തെ ഡിഫറൻ്റ് ആണ്. തൃശ്ശൂർ മെയിനിലെ ജനസംഖ്യ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ജനസംഖ്യയ്ക്ക് അനുസരിച്ച് ആ കൊടുക്കുന്ന ട്രഡീഷൻ 1946 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തൊട്ട് ഉണ്ട്. പിന്നെ സ്ഥിരം പരിപാടി ഇതേ. ബ്രിട്ടീഷ് പ്രൊവിൻസ് സീറ്റ്സ് വർ കമ്മ്യൂണലി ഡിവൈഡഡ് ബിറ്റ്വീൻ മുസ്ലിംസ്, സിഖ്സ് ആൻഡ് ജനറൽ. മുസ്ലിംസ്, സിഖ് മതക്കാർ, ജനറൽ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ബാക്കിയുള്ള മതങ്ങളെല്ലാം ഉൾപ്പെടുന്ന വിഭാഗങ്ങളും എന്നുള്ള രീതിയിൽ അപ്പോഴും വിഭജിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അപ്പോഴും ഒരു ഒത്തുതീർപ്പിൽ എത്താൻ പറ്റിയിട്ടില്ലായിരുന്നു ആ സീറ്റുകളുടെ വിഭജനത്തെ സംബന്ധിച്ച്. പിന്നെന്താ പറഞ്ഞാൽ വോട്ടിംഗ് ഫോളോഡ് ദ മെത്തേഡ് ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആൻഡ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. ഈ പ്രൊപ്പോർഷണൽ മെത്തേഡ് ഈ പറഞ്ഞ പോലെ ഇതൊന്നുമില്ല. നേരത്തെ ഫ്രാഞ്ചൈസ് പോലെ തന്നെ ആണ് വോട്ടിംഗ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. പിന്നെ പറയാനുള്ളത് എന്താ? പിന്നെ വേറൊരു കാര്യം, ഇതിനെ പാർട്ട്ലി ഇലക്റ്റഡ് പാർട്ട്ലി നോമിനേറ്റഡ് എന്ന് വിളിക്കാനായിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പ്രൊവിൻഷ്യൽ അസംബ്ലീസില്ലേ, നമ്മൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനകത്ത് എലക്ഷൻ ഏത് രീതിയിലായിരുന്നു? പ്രൊവിൻസുകളിലെ എലക്ഷൻ ഏത് രീതിയിലാണ് നടന്നിരുന്നത്? ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇവിടെ എഴുതിയിട്ടുണ്ട്, ഗ്രാൻറ്റഡ് ലിമിറ്റഡ് ഫ്രാഞ്ചൈസ് ഓൺ ദ ബേസിസ് ഓഫ് ടാക്സ്, പ്രോപ്പർട്ടി ആൻഡ് അതർ ക്വാളിഫിക്കേഷൻസ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടയ്ക്കുന്ന ടാക്സ്, പ്രോപ്പർട്ടി, ഭൂസ്വത്ത്, പിന്നെ മറ്റു പല കാര്യങ്ങൾ, അത് ചിലപ്പോൾ മറ്റു പല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പല പല കമ്മിറ്റികളുടെയോ പല പല അഫ്ലുവൻ്റ് ആയിട്ടുള്ള സ്വാധീനമുള്ള ഗ്രൂപ്പുകളുടെയോ പ്രതിനിധികൾ എന്നുള്ള രീതിയിലാവാം. അവരുടെയൊക്കെ നോമിനേഷൻ അനുസരിച്ചാണ് പ്രൊവിൻസിൽ നിന്ന് പോകുന്നത്. ഈ പ്രൊവിൻസിൽ നിന്ന് എലക്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മുഴുവനായിട്ട് എല്ലാ ജനങ്ങളും A to Z എല്ലാ ജനങ്ങളുടെയും പ്രതിനിധിയാണെന്നാണോ? A to Z എല്ലാ ജനങ്ങളുടെയും പ്രതിനിധി അല്ല കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. അവിടെ പ്രൊവിൻസിൽ നിന്നുള്ള ഇലക്ഷനാണ്. ഒരു തരത്തിൽ എന്താണ്? ഒരു തരത്തിൽ പ്രാതിനിധ്യമുണ്ട്, എന്നാൽ 100% പ്രാതിനിധ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും അല്ലേ. അതുകൊണ്ടാണ് എന്താ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഈ പാർട്ട്ലി ഇലക്റ്റഡ് പാർട്ട്ലി നോമിനേറ്റഡ് എന്ന് പറഞ്ഞ വാക്കിനെ നിങ്ങൾ പ്രത്യേകം
ശ്രദ്ധ കൊടുക്കണം എന്നുള്ളത്. ഓക്കെ അപ്പോൾ അത് മനസ്സിലായല്ലോ, ഈ 3 പോയിന്റ്സ് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ എന്താ 1946 കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലോട്ടുള്ള ഇലക്ഷൻസ് നടന്നത് എപ്പോഴാണ്? ജൂലൈ ഓഗസ്റ്റ് മാസം 1946, ജൂലൈ ടു ഓഗസ്റ്റ് 1946 അല്ലേ? ഇന്നും നമ്മുടെ അച്ചീവ്മെൻറ്റ് എന്താ? ഇന്നും നമുക്ക് ഏതാണ്ട് 2 മാസം 1 മാസം വിൻഡോയിൽ നമ്മുടെ ലോക്സഭ ഇലക്ഷൻസ് നടത്താൻ പറ്റുന്നുണ്ട്. കാരണം അന്നത്തെ ഈ പാർട്ട്ലി എലക്റ്റഡ് അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. പാർട്ട്ലി എലക്റ്റഡ് ആണ്. അവിടെ ഭൂരിഭാഗം ജനങ്ങളും വോട്ടർ ലിസ്റ്റിൻ്റെ വെളിയിലാണ്. ഏതാണ്ട് 14-15% ജനങ്ങളെ അന്ന് അവരുടെ ഭാഗധേയം നിർണ്ണയിക്കുന്നുള്ളൂ, പരിമിതമായൊരു രീതിയിൽ പോലും. ഇന്ന് നമ്മളെന്താ, ഇനി 135 കോടി ജനങ്ങളിൽ മിക്കവരും ഏതാണ്ട് 70% അടുത്ത് വോട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് നമ്മൾ, അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം ദൂരം നമ്മൾ വന്നു എന്നുള്ളത്. മുംബൈ പോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റിയിലുള്ള ചെറിയ വാർഡുകളിൽ നിന്ന് അങ്ങ് നോർത്ത് ഈസ്റ്റിലുള്ള ഏറ്റവും ബോർഡർ ആരും പോകാത്ത സ്ഥലങ്ങളിൽ വരെ നമ്മൾ ബാലറ്റ് പേപ്പർ എത്തിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ജനാധിപത്യമായി മാറിയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും വലിയ ജനാധിപത്യമായിട്ട് മാറിയിട്ടുണ്ട് അന്ന് ഉള്ള അതേ വിൻഡോയിൽ. അതാണ് നമ്മുടെ ഒരു അച്ചീവ്മെൻറ്റ്, അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു മഹത്വം. അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് 1946 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലോട്ടുള്ള ഇലക്ഷൻ നടന്നത്. അതിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലുള്ള 296 സീറ്റുകളുണ്ടല്ലോ, അതിൽ 208 സീറ്റുകളിലോട്ട് കോൺഗ്രസും 73 സീറ്റുകളിൽ മുസ്ലിം ലീഗും അതേഴ്സ് എന്ന് പറഞ്ഞാൽ പല പല സീറ്റുകളുണ്ടാവില്ലേ, ചെറിയ ചെറിയ ഗ്രൂപ്പ്. അതിലിപ്പോൾ എന്താ, ഇൻഡിപെൻഡൻറ്റുകളുണ്ടാവും, സ്മോൾ ഗ്രൂപ്പുകളുണ്ടാവും. അവർക്ക് 15 സീറ്റും കിട്ടി. ഇതല്ലാതെ നമ്മൾ എന്താ പറഞ്ഞിട്ടില്ലേ, ഒരു 93 സീറ്റ്, മൊത്തം 389 ആണല്ലോ. അപ്പോൾ 296 എലക്ട് ചെയ്തിട്ടുള്ളൂ. ഒരു 93 സീറ്റ് വെറുതെ കിടപ്പുണ്ട്. അത് ആർക്കുള്ളതാണ്? പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് കൊടുത്തത്. കാരണം എന്താ, അവർ ഈ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ധാരണ ഇല്ലായിരുന്നു. അവർ വിട്ടു നിൽക്കുകയായിരുന്നു. ഈ 93 പ്രിൻസ്ലി സ്റ്റേറ്റ്സും ഇലക്ഷനിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. ഒബ്വിയസ്ലി അവരുടെ കയ്യിൽ നിന്ന് ഭരണം ജനാധിപത്യത്തിലോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഒബ്വിയസ് ആയിട്ട് അവർ മാറുമല്ലോ. അപ്പോൾ 93 സ്റ്റേറ്റുകളും പ്രിൻസ്ലി സ്റ്റേറ്റ്സും അതിനകത്തുനിന്ന് മാറി നിൽക്കുകയായിരുന്നു. അതുമാത്രമല്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് 296 ബ്രിട്ടീഷ് ഇന്ത്യൻ 296 സീറ്റിലോട്ടാണ് മത്സരം നടന്നതെന്ന് പറഞ്ഞില്ലേ. ആ 296-ൽ 292 ഗവർണേഴ്സ് പ്രൊവിൻസസിൽ നിന്നാണ്, ഗവർണറുകളുടെ പ്രൊവിൻസിൽ നിന്നാണ്. ബാക്കി 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസിൽ നിന്നാണ്. ഇത് പഠിക്കാനോ ഇത് ഓർത്തിരിക്കാനുള്ള ഒരു എളുപ്പ രീതി എന്താ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഇന്ത്യൻ യൂണിയനിലെ അവസ്ഥ എന്താ? സ്റ്റേറ്റ് ഉണ്ട്, യൂണിയൻ ടെറിട്ടറി ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, യൂണിയൻ ടെറിട്ടറി ഉണ്ട്, അല്ലേ? ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് അധികാരം കൂടുതലാണ്. യൂണിയൻ ടെറിട്ടറികൾക്ക് സംസ്ഥാനത്തിൻ്റെ അത്രയും അധികാരം ഉണ്ടാവില്ല, അല്ലേ? സംസ്ഥാനങ്ങളുടെ അത്ര അധികാരമോ പ്രാമുഖ്യമോ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യമോ ഉണ്ടാവില്ല. ഇതിൻ്റെ ഒരു ക്സറോക്സ് കോപ്പി പതിപ്പാണ് അന്നത്തെ ഈ ഗവർണേഴ്സ് പ്രൊവിൻസസും ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസും. ഞാൻ പറഞ്ഞില്ലേ, ഇന്നുള്ള നമ്മുടെ പല പോളിറ്റിയുടെ ഭാഗമായിട്ടുള്ള പല ഘടനകളുടെയും പ്രെഡിസിസർ അന്ന് തന്നെ ഉണ്ട്. അത് തന്നെയാണ് ഇത്. അപ്പോൾ 11 ഗവർണേഴ്സ് പ്രൊവിൻസസ് നിങ്ങളിങ്ങനെ നമ്മൾ നോർത്ത് ഈസ്റ്റ് ഇങ്ങനെ വരുന്ന ഓർഡറിൽ, ആ ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്, കറങ്ങി ഇങ്ങനെ മാല പോലെ പഠിച്ച ആസാമുണ്ട്, ബംഗാളുണ്ട്, ബീഹാറുണ്ട്, UP ഉണ്ട്, പഞ്ചാബുണ്ട്, സിന്ധുണ്ട്, NWFP നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസ്. ഈ NWFP എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അഫ്ഗാനിസ്ഥാനുമായിട്ട് ബോർഡർ ചെയ്ത് കിടക്കുന്ന പാകിസ്ഥാൻ്റെ ഭാഗങ്ങളില്ല. ഇപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ഭാഗങ്ങൾ സ്വാറ്റ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസ്. അതാണ് NWFP. നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസ്, വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങൾ. ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതാണ് പഞ്ചാബ്, സിന്ധ് അങ്ങനെ പോകുന്നത്. പിന്നെ ബോംബെ, മദ്രാസ്, ഒറീസ, ബംഗാൾ. ഇവിടെ നിന്നാണ് 292 പേരുള്ളത്. പിന്നെ ബാക്കിയുള്ള ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസ്, ഇന്നത്തെ യൂണിയൻ ടെറിട്ടറി പറയും, ഇന്ന് ഡൽഹി കണ്ടോ, അജ്മേർ, മെർവാര, കൂർഗ്, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ ഒരു ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസ് ആയിരുന്നു. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു എക്സിസ്റ്റൻസും ഭരണവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ മൂവ്മെൻ്റ് ഉള്ളത്, അല്ലേ? ബലൂചിസ്ഥാൻ മൂവ്മെൻ്റ് ഉണ്ട്, ഇന്ത്യ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ കുറേ വാർത്തകളും കാര്യങ്ങളും ഉണ്ടല്ലോ. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ പ്രധാനമായിട്ടും ഈ 11 ഗവർണേഴ്സ് പ്രൊവിൻസസും ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുള്ള അതിൻ്റെ നിഴൽ തന്നെയാണ്, അല്ലെങ്കിൽ അന്നത്തെ നിഴലാണ് ഇന്നത്തെ സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറിയും മനസ്സിലായല്ലോ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ കാര്യം ഓർത്തുള്ള അന്നത്തെ 296 സീറ്റിൽ 292 ഗവർണേഴ്സ് പ്രൊവിൻസസിൽ നിന്നാണ്
ബാക്കി 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസിൽ നിന്നാണ്. പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെക്കുറിച്ച്? ഇല്ല. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. അപ്പോൾ ആ എലക്ഷൻസിനെ കുറിച്ച് തന്നെ പറയുന്നത് ജൂലൈ ഓഗസ്റ്റ് 1946 നടന്ന ഇതിൽ ഞാൻ പറഞ്ഞല്ലോ 93 സീറ്റ്സ് അലോട്ടഡ് ടു ദ പ്രിൻസ്ലി സ്റ്റേറ്റ് വാക്കൻറ്റ് ബിക്കോസ് ദേ ഡിസൈഡഡ് ടു സ്റ്റേ അവേ ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി. അവർ നാട്ടുരാജ്യങ്ങളൊന്നും കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ചേരണമെന്ന് തീരുമാനിച്ചിട്ടില്ലായിരുന്നു. അത് എത്ര 93. ഓക്കെ, ഈ പാഠത്തിൽ നമ്പറൊക്കെ കുറച്ച് ഒന്ന് കുറിച്ച് വെച്ചോ, കാരണം നമ്പേഴ്സ് ഇപ്പോഴും കുറച്ച് റെലവൻ്റായി നിൽക്കുന്ന ഒരു ഭാഗം ഇതാണെന്ന് തോന്നുന്നുണ്ട്, പലപ്പോഴും ചോദിക്കുന്ന കാണാറുണ്ട്. ഓക്കെ, ഇപ്പം എന്താ നമ്മൾ അങ്ങനെ എലക്ഷനൊക്കെ നടത്തി നവംബറിൽ. അങ്ങനെ എല്ലാ തരത്തിൽ നിന്നുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എല്ലാ മേഖലയിൽ നിന്നുള്ള പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ അതാ ഞാൻ വിട്ടത്. അതായത് നമ്മളിവിടെ പറഞ്ഞല്ലോ പാർട്ട്ലി ഇലക്റ്റഡ് പാർട്ട്ലി നോമിനേറ്റഡ് എന്ന്. പാർട്ട്ലി ഇലക്റ്റഡ് പാർട്ട്ലി നോമിനേറ്റഡ് ആണെങ്കിൽ തന്നെയും ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇവിടെ. Although the Constituent Assembly was not directly elected by the people of India on the basis of adult franchise, the Assembly comprised representatives of all sections of Indian society: Hindus, Muslims, Sikhs, Parsis, Anglo-Indians, Indian Christians, scheduled caste, scheduled tribes, including women of all the sections. അതായത് എല്ലാ ടൈപ്പ് സെക്ഷനിൽ നിന്നുള്ള ആൾക്കാരും ആ സെക്ഷനിൽ നിന്നുള്ള സ്ത്രീകളും ഉൾപ്പെടെയുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു. പറയുമ്പോൾ എന്താ, നമ്മൾ മുഴുവൻ ആൾക്കാരും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏകദേശം നമുക്ക് ഒരു ഫെയർ ആയിട്ടുള്ളൊരു സിസ്റ്റം തന്നെയാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആകട്ടോ. അതൊരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ ആൾക്കാരും ഇതിനകത്ത് വോട്ടിങ്ങിൽ പങ്കെടുത്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതും എസ്പെഷ്യലി ഇപ്പോൾ KS പോലെ സിവിൽ സർവീസ് പോലെ എഴുതുന്ന ആൾക്കാർ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്ന് മൈൻഡിൽ വെക്കണം. കാരണം മേ ബി ഒരു ചോദ്യം വരാമല്ലോ. ഏത് രീതിയിൽ ചോദ്യം വരാം? പാർട്ട്ലി ഇലക്റ്റഡ് ആണ്, അതായത് ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരും കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ഇലക്ഷന് പങ്കെടുത്തിട്ടില്ലെങ്കിലും എല്ലാ തരത്തിലുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിലും കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി വിജയമായിരുന്നു. എക്സാമിൻ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിൻ്റെ മെമ്പേഴ്സിനെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് ആ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സമർത്ഥിക്കാമല്ലോ ആൻസർ. അപ്പോൾ അവർക്ക് ആ ഒരു ഫാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് മൈൻഡിൽ വയ്ക്കുക എന്നെനിക്ക് തോന്നിയതുകൊണ്ട് പറഞ്ഞതാണ്. ഞാനല്ല എക്സ്പേർട്ടല്ല, മേ ബി അങ്ങനെ ചോദിച്ചേക്കാം, തോന്നിയതുകൊണ്ട് പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ 93 സീറ്റ്സിൽ നാട്ടുരാജാക്കന്മാരതിനകത്ത് പങ്കെടുത്തിരുന്നില്ല. അങ്ങനെ നവംബറിൽ കഴിഞ്ഞിട്ട് നമ്മൾ ഡിസംബറിലെത്തി. നവംബറിൽ നിന്ന് നമ്മൾ ഡിസംബറിലോട്ട് വന്നു. നവംബറിൽ ഫോം ചെയ്തു. ഡിസംബർ 9, 1946 ഈ തീയതി ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസംബർ 9, 1946 ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി. ഇത് ഓർത്ത് വെക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്കൊരു എളുപ്പത്തിൽ പറഞ്ഞു തരാനുള്ളത്, ഇത് കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കരുത്, ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് നവംബറിലാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഫോർമുലേറ്റ് ചെയ്തത് ക്യാബിനറ്റ് മിഷൻ്റെ പ്ലാൻ അനുസരിച്ച്. അപ്പോൾ നവംബറിൽ N ഉണ്ട്. ആ N ഉള്ള 9 തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ഉള്ളത്. പക്ഷേ ആ 9 ഡിസംബറിലെ 9 ആണ്. ഓക്കെ, സോ നവംബറിൽ ഫോംഡ്, ഫസ്റ്റ് N എടുത്തിട്ട് ഡിസംബറിലിട്ടു. ഡിസംബർ 9 ഫസ്റ്റ് മീറ്റിംഗ്. അങ്ങനെ ഒരു നിങ്ങൾ ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് പോലെ ഇങ്ങനെ എഴുതി വെച്ചോ, ഇഫ് ഇറ്റ് ഹെൽപ്സ്. ഇനിയിപ്പോൾ അത് കൂടുതൽ കൺഫ്യൂസിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഓർത്തോളൂ. വാട്ട് എവർ ഇറ്റ് ഈസ്, ഡിസംബർ 9, 1946 ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി നടന്നത്. ഇവിടെ പറഞ്ഞ പിക്ചറിൻ്റെ താഴെ കണ്ടോ, ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി വാസ് ദ ഫസ്റ്റ് പാർലമെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. Dr. Sachidananda Sinha was the first president of the Constituent Assembly when it met on 9 December 1946. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു ആദ്യമായിട്ട് അതിൻ്റെ പ്രസിഡൻ്റ് ആയത്. നിങ്ങൾ രാജേന്ദ്ര പ്രസാദ് ജിയുമായിട്ട് കൺഫ്യൂസ് ചെയ്യിക്കരുത്. ഇത് മീറ്റ് ചെയ്ത ഫസ്റ്റ് ദിവസം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു പ്രസിഡന്റ്. അതിൻ്റെ കാരണം ഒരു ഫ്രഞ്ച് ട്രഡീഷൻ എന്നാണ് പറയുന്നത്. ഫ്രഞ്ച് ട്രഡീഷൻ അനുസരിച്ച് ഏറ്റവും ഓൾഡസ്റ്റ് മെമ്പർ, ഏറ്റവും പ്രായം കൂടിയ മെമ്പറിനെ അതിൻ്റെ പ്രിസൈഡിംഗ് ആയിട്ട് നിയമിക്കുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ നേരത്തെ ഭാഗങ്ങൾ പഠിച്ചപ്പോൾ, അതായത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ? ഒന്ന് പുറകോട്ട് വരികയാണേ. എവിടെ ഇദ്ദേഹത്തെ ഓർമ്മയുണ്ടോ? സത്യേന്ദ്ര പ്രസാദ് സിൻഹ, SP സിൻഹ, സത്യേന്ദ്ര പ്രസാദ് സിൻഹ. ഇദ്ദേഹവുമായിട്ട് സച്ചിദാനന്ദ സിൻഹയെ എന്ത് ചെയ്തത്, നിങ്ങൾ കൺഫ്യൂസ് ചെയ്യരുത്. ഇത് സത്യേന്ദ്ര പ്രസാദ് സിൻഹയാണ്. ഇദ്ദേഹം ആരാണ്?
ഫസ്റ്റ് ഇന്ത്യൻ ടു ജോയിൻ ദ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഇന്ത്യക്കാരനാണ്. കൗൺസിൽസ് ആക്ട് അനുസരിച്ച്, ഏത് കൗൺസിൽസ് ആക്ട് അനുസരിച്ച്? 1909 അനുസരിച്ചിട്ട് അല്ലേ? 1909 അനുസരിച്ചിട്ട്. അയ്യോ, ഇതെന്ത് പറ്റി? ഓക്കെ, 1909 അനുസരിച്ചിട്ട് വന്ന ഫസ്റ്റ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ മെമ്പറാണ് സത്യേന്ദ്ര പ്രസാദ് സിൻഹ. സച്ചിദാനന്ദ് സിൻഹ ആരാണ്? സച്ചിദാനന്ദ് സിൻഹ നമ്മുടെ 1946 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിസംബർ 9 ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കൂടിയപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ആര്? സച്ചിദാനന്ദ് സിൻഹ. ഓക്കെ, ആ കൂടിയ ദിവസം ആയിരുന്നു അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. അപ്പോൾ സച്ചിദാനന്ദ് സിൻഹ വേറെ, സത്യേന്ദ്ര പ്രസാദ് സിൻഹ വേറെ. ഓക്കെ, അത് തമ്മിൽ കൂട്ടി കുഴയ്ക്കരുത്, എസ്പെഷ്യലി നോട്ട് ചെയ്തോളുക. എന്താണ് ഇവിടെ ജഗതി ചേട്ടൻ പറഞ്ഞ പോലെ ഇതിലിപ്പോൾ എന്താ ഇത്ര സർപ്രൈസ്? എന്താ സർപ്രൈസ്? മുസ്ലിം ലീഗ് വന്നില്ല. മുസ്ലിം ലീഗ് എന്ത് ചെയ്തു? വിട്ടുനിന്നു. മുഹമ്മദ് അലി ജിന്നയും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും വിട്ടുനിന്നു. എന്താണ്? മുസ്ലിം ലീഗിന് ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ്. ആദ്യം വേണ്ടാന്ന് പറയും, പിന്നെ വേണമെന്ന് പറയും, പിന്നെ ചേരാന്ന് പറയും, പിന്നെ വന്നിരിക്കും, പിന്നെ പോവും. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ബോയ്ക്കോട്ട് ചെയ്തു മീറ്റിംഗ്. എന്തിനാ? ഇൻസിസ്റ്റ് ചെയ്തു സെപ്പറേറ്റ് പാകിസ്ഥാൻ വേണമെന്നുള്ള ഇൻസിസ്റ്റൻസിൻ്റെ പുറത്ത് അദ്ദേഹം വിട്ടുനിന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹം വിട്ടു നിൽക്കട്ടെ. ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ, നമുക്ക് 207 പേരുണ്ടല്ലോ. ആ 207 പേരെയും കൊണ്ട് എന്താ ഡോക്ടർ സച്ചിദാനന്ദ് സിൻഹ എലക്റ്റഡ് ആസ് എ ടെമ്പററി ചെയർമാൻ ഡിസംബർ 9 കൂടി അല്ലേ? അപ്പോൾ എന്താ 2 ദിവസം കഴിഞ്ഞ് 10-11. കാരണം ഈ രാജേന്ദ്ര പ്രസാദ്, ഞാൻ പറയട്ടെ, എന്തിനാ പുള്ളിയെ ടെമ്പററി ആയിട്ട് സെലക്ട് ചെയ്യുന്നത്? ആദ്യം തന്നെ ഒരു പ്രസിഡന്റിനെ സെലക്ട് ചെയ്തിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ വെളിയിൽ നിന്ന് നറുക്കെടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുള്ളിയെ സെലക്ട് ചെയ്തു. ആ പുള്ളിയുടെ പ്രിസൈഡിങ് അനുസരിച്ച് എന്താ അടുത്ത പ്രസിഡന്റിന് വേണ്ടിയുള്ള എലക്ഷൻ നടന്നു. അങ്ങനെ ആര് വന്നു? രാജേന്ദ്ര പ്രസാദ് വന്നു. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിലോട്ട് ആര് ആനയിച്ചു? സച്ചിദാനന്ദ് സിൻഹ ആനയിച്ചിട്ട് ഡിസംബർ 11 തൊട്ട് 1946 തൊട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പെർമനന്റ് ചെയർമാനായി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ. ഇപ്പം നിങ്ങൾ പോളിറ്റിയെക്കുറിച്ച് വേറെ സ്ഥലത്തു നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും രാജേന്ദ്ര പ്രസാദാണ് ചെയർമാൻ, അദ്ദേഹമാണിത് പ്രിസൈഡ് ചെയ്യുന്നത് എന്നുള്ള. പിന്നെ എന്താ അങ്ങനെ പല പല കമ്മിറ്റിയുടെ ചെയർമാനൊക്കെ ആയിട്ട് പുള്ളിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ കാരണം ഇതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പുള്ളിക്കാരനായി. ഇനി എന്താ? അപ്പോൾ ഡിസംബർ അല്ലേ? ഡിസംബർ 46. അപ്പോൾ ഇനി എന്താ? 1947 വന്നു. യെസ്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം വന്നു. ഇന്ത്യയുടെ ചരിത്രത്തിനെ സംബന്ധിച്ച് ഏറ്റവും തന്ത്രപ്രധാനമായ 1947 പുലരിയിലെ ജനുവരി. ആ ജനുവരി 15 എന്ത് ചെയ്തു? നമുക്കൊരു വൈസ് പ്രസിഡന്റിനെയും കിട്ടി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക്. H.C. മുഖർജി വൈസ് പ്രസിഡന്റായി. അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം ജൂലൈ 16 വേറൊരു കണ്ടോ, on July 16, 1947 an additional VP post was created and VT കൃഷ്ണമാചാരി ആരായി? VT കൃഷ്ണമാചാരിയും വൈസ് പ്രസിഡന്റായി. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. എന്താ? ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഹാഡ് 2 വൈസ് പ്രസിഡന്റ്സ്, റൈറ്റ്? ഹൂ വർ ദേ? ഫസ്റ്റ് വൺ വാസ് H.C. മുഖർജി, ദ അതർ വൺ വാസ് VT കൃഷ്ണമാചാരി. അപ്പോൾ H.C. മുഖർജിയും VT കൃഷ്ണമാചാരി ആയിരുന്നു 2 വൈസ് പ്രസിഡന്റ്സ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ. പക്ഷേ ആദ്യം സെലക്ട് ചെയ്ത ആരെന്ന് ചോദിച്ചാൽ H.C. മുഖർജിയും പിന്നീട് VT കൃഷ്ണമാചാരിയും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത കാര്യത്തിലൂടെ കിടക്കാം. ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട പേര്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ട പേര് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ എന്ന പേരും ജവഹർലാൽ നെഹ്റു എന്ന ആളും ഡിസംബർ 13, 1946 എന്ന തീയതിയും 9 ഡിസംബർ 1946 എങ്ങനെയാണോ ഫസ്റ്റ് മീറ്റിംഗ് എന്നുള്ള രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസംബർ 13, 1946 ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ. കാരണം എന്താ? ഇന്ന് നമ്മൾ പല കാര്യങ്ങളിലും പല കോണ്ടക്സ്റ്റിലും കേൾക്കുന്നതാണ് ഭരണഘടനയുടെ ആമുഖം എന്തോരം പ്രധാനമാണ് എന്നുള്ളത് നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് അല്ലേ? ആ ആമുഖത്തിൻ്റെ പ്രെഡിസിസർ ഇവിടെ എഴുതിയിട്ടുള്ള ദ പ്രെഡിസിസർ ടു ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ ആമുഖത്തിനെ കുറിച്ചുള്ള അതിൻ്റെ ഫസ്റ്റ് സയൻസ് കണ്ടത് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലാണ്. ഡിസംബർ 13, 1946 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനിലാണ് ആ പല കാര്യങ്ങളും ഉള്ളത്. മനസ്സിലായില്ലേ? അത് ഒരു ലക്ഷ്യം വെക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ബ്ലാങ്ക് പേപ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം ഒരുപാട് ലക്ഷ്യങ്ങൾ എഴുതി തയ്യാറാക്കി ഭരണഘടന മുന്നോട്ട് നീങ്ങുന്നതാണ് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ. അപ്പോൾ ഡിസംബർ 13 എന്ന തീയതിയും ജവഹർലാൽ നെഹ്റുവിനെയും ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനെയും നിങ്ങൾ ഓർക്കണം. ഈ റെസൊല്യൂഷൻ 13 ഡിസംബറിനാണ് മേശയ്ക്ക് വെച്ചതെങ്കിലും അക്സെപ്റ്റ് ചെയ്തത് റെസൊല്യൂഷൻ വാസ് യുനാനിമസ്ലി അക്സെപ്റ്റഡ് ബൈ ദി അസംബ്ലി ഓൺ Jan 22, 1947. ഏകകണ്ഠേനയാണ് യുനാനിമസ്ലി ആണ് അക്സെപ്റ്റ് ചെയ്തത്. എതിർപ്പുകളൊന്നും വലുതായിട്ടില്ലായിരുന്നു. ജനുവരി 22,
1947 അക്സെപ്റ്റ് ചെയ്തത്. എതിർക്കാനായിട്ട് മുസ്ലിം ലീഗ് ഇല്ലല്ലോ, അപ്പോൾ പിന്നെ കാര്യങ്ങൾ എളുപ്പമല്ലേ. ശരി, ഓക്കെ, വാസ് ജസ്റ്റ് ജോക്കിംഗ്. ഓക്കെ, അടുത്ത കാര്യം ഇനി അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനിൽ ഫാക്ച്വലായിട്ട് പഠിക്കാനൊന്നുമില്ല, കുറച്ച് ഫിലോസഫീസാണ്. എന്താണുള്ളത്? ഡിക്ലെയർഡ് ഇന്ത്യ ടു ബി ആൻ ഇൻഡിപെൻഡൻറ്റ് സോവറൻ റിപ്പബ്ലിക് ആൻഡ് ഔട്ട്ലൈൻ ദ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു പറയാനില്ലല്ലോ. എംഫസൈസ് ദാറ്റ് ഓൾ പവർ ആൻഡ് അതോറിറ്റി ഓഫ് ഗവൺമെൻറ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ പീപ്പിൾ. ജനങ്ങളിൽ നിന്നാണ് നമ്മൾ പവർ വരുന്നത്. ഒരു രാജാക്കന്മാരിൽ നിന്നോ മറ്റ് കമ്പനികളിൽ നിന്നോ വിദേശ രാജ്യങ്ങളിൽ നിന്നോ ഒന്നുമല്ല, ജനങ്ങളിൽ നിന്നാണ് പവർ വരുന്നത്. അതുകൊണ്ടാണ് പ്രിയാമ്പിൾ എന്നുള്ള വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഉള്ളത്. ഇനി എന്താ? ഗ്യാരണ്ടീഡ് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് പറയണ്ട. ഇക്വാലിറ്റി ആൻഡ് ഫ്രീഡം ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. എൻഷുവർഡ് സേഫ് ഗാർഡ്സ് ഫോർ മൈനോറിറ്റീസ് ആൻഡ് ബാക്ക്വേർഡ് ക്ലാസസ് ബിക്കെയിം ദ ബേസിസ് ഓഫ് ദ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. പിന്നെ വേറൊരു കാര്യം ദേ, ഈ 6 പ്രിൻസ്ലി സ്റ്റേറ്റ്സുകൾ, ഈ 6 നാട്ടുരാജ്യങ്ങൾ നിങ്ങൾ ഓർക്കണം. ബറോഡ, പാട്യാല, ജയ്പൂർ, രേവ, ഉദയ്പൂർ, ബിക്കാനേർ. ഇത് ഞാൻ നോക്കിയിട്ടൊരു ന്യൂമോണിക്സ് ഒന്നും എനിക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഓർക്കുക. എന്തായാലും രാജസ്ഥാനിൽ നിന്നും പഞ്ചാബിൽ നിന്നുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ജയ്പൂർ, ഉദയ്പൂർ, പാട്യാല പഞ്ചാബിൽ നിന്നാണ്. ബറോഡ, ബിക്കാനീർ, രേവ, ആ ഭാഗങ്ങളിൽ നിന്നുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഓൾറെഡി മെമ്പേഴ്സ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഈ ജിന്നയൊക്കെ ബഹളം വെച്ചതിന് ശേഷം, മുസ്ലിം ലീഗൊക്കെ ബഹളം വെക്കാൻ ഉണ്ടായതിനു ശേഷമാണ് ജൂൺ 3, 1947 മൗണ്ട് ബാറ്റൻ പ്ലാൻ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു, നമ്മൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൻ്റെ ഒരു എവല്യൂഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മൗണ്ട് ബാറ്റൻ പ്ലാനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ജൂൺ 3, 1947 മൗണ്ട് ബാറ്റൻ പ്ലാൻ വരുന്നത്, ജിന്നയൊക്കെ ബഹളം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോഴാണ് എന്ത്? After the acceptance of Mountbatten Plan, representatives of most of the other princely states also joined the assembly, including Muslim League members from the Indian Dominion. മനസ്സിലായോ? മൗണ്ട് ബാറ്റൻ പ്ലാനിന് ശേഷം ഏകദേശം ഒരു കാര്യം വ്യക്തമായി. എന്ത്? ഇന്ത്യ എന്നത് വിഭജിക്കപ്പെടും. മതാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ പാകിസ്ഥാനെന്നും ബാക്കിയുള്ളവരൊക്കെ ഉള്ള സ്ഥലം ഇന്ത്യ എന്നും പറഞ്ഞ് വിഭജിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പായി. അപ്പോൾ ഉറപ്പായപ്പോൾ എന്ത് ചെയ്തു? കൂടുതൽ നാട്ടുരാജ്യങ്ങൾ ചേരാൻ തുടങ്ങി. പക്ഷെ അതിന് മുമ്പ് ആദ്യം തൊട്ട് കട്ടയ്ക്ക് കൂടുന്നവർ ഇവരാണ്. ബറോഡ, പട്യാല, ജയ്പൂർ. കട്ടയ്ക്ക് കൂടുന്നതിന് ഉദ്ദേശം ലോയാലിറ്റി കൊണ്ടൊന്നുമല്ല കേട്ടോ. അതിനകത്ത് പല ഹിസ്റ്റോറിക്കൽ സാഹചര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് പറഞ്ഞതാണ്. ബറോഡ, പട്യാല, ജയ്പൂർ, ഉദയ്പൂർ, ബിക്കാനേർ, രേവ, ഇത്രയും പ്രിൻസ്ലി സ്റ്റേറ്റ്സാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെന്താ? ജൂൺ 3, 1947 മൗണ്ട് ബാറ്റൻ പ്ലാനിന് ശേഷം എന്ത് ചെയ്തു? റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് മോസ്റ്റ് ഓഫ് ദി അതർ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആൾസോ ജോയിൻഡ്. മറ്റു പല പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആൾക്കാരും ജോയിൻ ചെയ്തു. ഇനി അത് മാത്രമല്ല, ഇന്ത്യൻ ഡൊമീനിയനിൽ നിലനിൽക്കുക. ഈ ഡൊമീനിയൻ എന്ന് പറഞ്ഞ വാക്ക് ആദ്യം പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? ഡൊമീനിയനും കോമൺവെൽത്തും ഈ ഇതിൻ്റെ തുടക്കത്തിൽ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റുമായിട്ട് പഠിക്കുമ്പോൾ. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഇന്ത്യയിലുള്ള ആൾക്കാരും ഇവിടെ നിലനിന്നു. എല്ലാ മുസ്ലിങ്ങളും, ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിങ്ങളും പാകിസ്ഥാനിലോട്ട് പോയില്ലല്ലോ. ഇന്ത്യയിൽ നിലനിൽക്കാനുള്ള മുസ്ലിംസ് ഇന്ത്യയിൽ നിലനിന്നു. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു ഭാഗവും ഇന്ത്യയിൽ നിലനിന്നു. അത് ഇന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേരിൽ നമ്മുടെ രാഷ്ട്രീയ ഭൂമികയിലുണ്ട്. ഓക്കെ, അപ്പോൾ അവരും നിലനിന്നു. കാരണം എന്താ? ഈ ക്ലാരിറ്റി വേണമല്ലോ. അതിന് മുമ്പ് ഒരു സംഘർഷത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറല്ലേ നിലനിൽക്കുന്നത്. ആരെവിടെ ചേരും, ഇവരവിടെ ചേരും, ഇവരിവിടെ ചേരും എന്നുള്ള കോൺസെപ്റ്റാണ് ഉള്ളിൽ. അപ്പോൾ അതിനുശേഷം ക്ലാരിറ്റി വന്നപ്പോൾ എന്താ? അവർ ഇവിടെ ചേർന്നു. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജമ്മു കാശ്മീർ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിട്ട് നിന്നപ്പോൾ അതിൻ്റെ രാജാവ് എന്ന് പറഞ്ഞാൽ ഹരി സിംഗ് ആയിരുന്നു. ഹരി സിംഗ് തീരുമാനിച്ചിരുന്നത് എന്താ? ഇന്ത്യയിൽ ചേരേണ്ട ആവശ്യമില്ല, ഞാനൊരു സ്വതന്ത്ര സ്റ്റേറ്റായിട്ട് തന്നെ നിലനിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്തു പറ്റി? പാകിസ്ഥാനിൽ നിന്നുള്ള പത്താൻ ട്രൈബ്സിൻ്റെ അറ്റാക്ക് വന്നപ്പോൾ അല്ലേ, അവരുടെ മാരകമായ അറ്റാക്കും കൊള്ളയും കൊള്ളിവെപ്പും ബലാത്സംഗവും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അത് ശ്രീനഗറിലോട്ട് അത് അടുത്തുകൊണ്ട് വന്നപ്പോൾ പുള്ളിക്ക് കൈവിട്ടുപോയി. പുള്ളി സർദാർ വല്ലഭായ് പട്ടേലിനെ പറഞ്ഞു, ഞാൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷനിൽ ഒപ്പുവയ്ക്കാം, നിങ്ങൾ ഇന്ത്യൻ പട്ടാളത്തെ അയക്കൂ എന്നുള്ള. അങ്ങനെയാണ് വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ, കൺഫ്യൂഷൻസ് നിലനിന്നുകൊണ്ടാണ് ഈ മൗണ്ട് ബാറ്റൻ പ്ലാനിന് ശേഷം ചേർന്ന ഒരുപാട് സ്റ്റേറ്റുകൾ ആദ്യമേ ചേരാതിരുന്നത്. ഓക്കെ, അത് നമ്മൾ ഹിസ്റ്ററി നമ്മൾ ഡീക്ലട്ടർ ചെയ്യുമ്പോൾ അത് കൂടുതൽ പഠിക്കും. ഇപ്പോൾ എന്തായാലും ഈ കാര്യം മനസ്സിലായല്ലോ, ആദ്യം നിന്നവരും പിന്നെ വന്നവരും. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ കുറച്ച് പവേഴ്സിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് പോവാം. പവേഴ്സ് ആൻഡ് കമ്പോസിഷൻ. ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ബിക്കേം ഫുള്ളി സോവറിൻ, empowered to frame any constitution and even abrogate or alter British laws relating to India. അത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്വന്തമായിട്ട് ഉണ്ടാക്കാനും ഇനി ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ റീജിയനെ സംബന്ധിച്ചുണ്ടാക്കുന്ന നിയമങ്ങളെ അബ്രോഗേറ്റ് ചെയ്യാനും ഇനി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് തന്നെ എടുത്ത് കളയാനുള്ള അധികാരം ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിക്ക് ഉണ്ടെന്ന്
നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം ഈ ഡിവിഷൻ ഓഫ് പവേഴ്സ് ഒന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒരുപാട് അതിനെ കോംപ്ലിക്കേറ്റ് ഒന്നും ചെയ്യേണ്ട. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി വന്നു. മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താ? കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുക, കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുക. അത് അംബേദ്കർജിയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയും അതൊക്കെ അവരവിടെ ചർച്ചകളും ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി നമ്മൾ 1950 ജനുവരി 26-നല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് റിപ്പബ്ലിക് ആയത്. അതുവരെ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ, അതുവരെ നാട്ടിലെ ഫിനാൻസസ് നോക്കണ്ടേ, അതുവരെ നാട്ടിലെ ഭരണം നടക്കണ്ടേ, അതുവരെ നാട്ടിലെ ടാക്സ് കളക്ഷൻ നടക്കണ്ടേ. അപ്പോൾ ഡേ ടു ഡേ നിയമങ്ങൾ പാസ്സാക്കണം. അപ്പോൾ ആ ഉത്തരവാദിത്വം കൂടി കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിക്ക് കൊടുത്തു. അതിൻ്റെ പേരെന്താ? നിയമനിർമ്മാണത്തിൻ്റെ പേരെന്താ? ലെജിസ്ലേച്ചർ. അപ്പോൾ 2 ഡ്യൂട്ടി എന്താ? ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുക, ഡ്രാഫ്റ്റിംഗ്. ഒന്ന് ദൈനംദിന നിയമങ്ങൾ ഉണ്ടാക്കുക, ലെജിസ്ലേച്ചർ. അതാണ്. എന്താണ്? ഡ്രാഫ്റ്റിംഗ്. പ്രൈമറി ഒബ്ജക്റ്റീവ് ദാറ്റ് ഈസ് ഡ്രാഫ്റ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സെക്കൻഡറി ഒബ്ജക്റ്റീവ് ലെജിസ്ലേച്ചർ, ഓർഡിനറി ലോസ് റിക്വയർഡ് ഫോർ ദ കൺട്രി. അപ്പോൾ ഈ രാജേന്ദ്ര പ്രസാദിനെ നമ്മൾ എപ്പോഴും മെയിൻ സ്ട്രീമിൽ കാണാനുള്ള കാര്യം, കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതിന്. അത് വളരെ ലബോറിയസ് ആയിട്ടൊരു ടാസ്ക്കാണ് അല്ലേ. അതിൻ്റെ ആ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ മീറ്റ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ചെയർമാൻ വന്നത് രാജേന്ദ്ര പ്രസാദും, അല്ലാത്തപ്പോൾ ഉള്ളതാരാ? GV മാവ്ലങ്കറുമാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി 2 രീതിയിൽ കൂടിയിരുന്നു. എന്താ? ഒരു ലെജിസ്ലേറ്റീവ് ബോഡിയായിട്ടും ഒരു ഡ്രാഫ്റ്റിംഗ് ബോഡിയായിട്ടും. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് ബോഡിയായിട്ട് വന്നപ്പോൾ അത് ചെയർ ചെയ്തിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദും, ലെജിസ്ലേറ്റീവ് ബോഡി വന്നപ്പോൾ GV മാവ്ലങ്കറുമാണ്. അതും നിങ്ങൾ ഓർക്കണം. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി എന്താ പറയുന്നത്? ആഫ്റ്റർ ദ മുസ്ലിം ലീഗ്, മെമ്പേഴ്സ് ഫ്രം ഏരിയാസ് ദാറ്റ് ബിക്കേം പാകിസ്ഥാൻ വിത്ഡ്രൂ. ആഫ്റ്റർ ദ മുസ്ലിം ലീഗ് മെമ്പേഴ്സ് ഫ്രം ഏരിയാസ് ദാറ്റ് ബിക്കേം പാകിസ്ഥാൻ വിത്ഡ്രൂ, the assembly's strength reduced from 389 to 299 as per the cabinet mission plan 1946. ഓക്കെ. അപ്പോൾ ഈ മുസ്ലിം ലീഗും കോൺഗ്രസും കൂടി 1946 ജൂലൈ ഓഗസ്റ്റിൽ നടന്ന ഇലക്ഷനില്ലേ, ആ സമയത്ത് 389 മെമ്പേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം എന്താ, പാകിസ്ഥാനിലെ മെമ്പേഴ്സ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 299. അതായത് പാകിസ്ഥാൻ പോയപ്പോൾ 300 ഇരുന്നാൽ ഒരു കണ്ണ് തട്ടണ്ടെന്ന് വിചാരിച്ചു, ഒരെണ്ണം കൂടെ കളഞ്ഞു എന്ന് പറഞ്ഞ പോലെ 299. അപ്പോൾ പാകിസ്ഥാൻ പോയപ്പോൾ കണ്ണ് തട്ടാതിരിക്കാൻ ഒരാളും പോയി 299 കുറഞ്ഞു. 389 ഉണ്ടായിരുന്നു. നിങ്ങളങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പാകിസ്ഥാൻ പോയി കഴിഞ്ഞപ്പോൾ വി വർ 1 ഷോർട്ട് ഓഫ് 300. വി വർ 299 മെമ്പേഴ്സ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ. ഓക്കെ. അതുമാത്രമല്ല, അതിൻ്റെ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രൊവിൻസസ്, ഫോർമർ ബ്രിട്ടീഷ് പ്രൊവിൻസ് 299 മെമ്പേഴ്സ്, പിന്നെ എന്താ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് 70 മെമ്പേഴ്സുമാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പ്രവർത്തനം തുടങ്ങിയത്. എന്താ, ഒരു അടിത്തറ ഇട്ടു നമ്മൾ, പ്രവർത്തനങ്ങളൊക്കെ പിരിച്ചു കൊടുത്തു. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ചെയ്യൂ. അതിൻ്റെ പ്രസിഡൻ്റ് ആരാ? അതിൻ്റെ ചെയർ ചെയ്താരാ? രാജേന്ദ്ര പ്രസിഡൻറ്റ്. അടുത്ത ദിവസം ഇത് രണ്ടും ഒരു ദിവസമല്ല കേട്ടോ, ഇത് രണ്ടും 2 ദിവസമാണ് മീറ്റ് ചെയ്യുന്നത്. അടുത്ത ദിവസം ലെജിസ്ലേച്ചർ, രാജ്യത്തെ ദൈനംദിന നിയമങ്ങൾ നടപ്പിലാക്കാൻ, അതിൻ്റെ ആരാ? GV മാവ്ലങ്കർ. ഓക്കെ. അങ്ങനെ നമ്മൾ പതുക്കെ പ്രവർത്തനം നമ്മൾ തുടങ്ങി. അതുമാത്രമല്ല, നിങ്ങൾ കുറച്ച് 2 ഡേറ്റുകൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കാനുള്ളത്. സ്വാതന്ത്ര്യം കിട്ടിയ വർഷം 47-ലാണ് നമ്മൾ നമ്മുടെ ത്രിവർണ്ണ പതാക നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. അത് ജൂലൈ 22-ലാണ്. അത് പഠിക്കുന്ന കുറേ ആൾക്കാർക്ക് അറിയാലോ, ഇത് ആരാ ഡിസൈൻ ചെയ്തതെന്ന് അറിയാലോ. കമൻറ്റിൽ പറയൂ. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വ്യക്തിത്വമാണ് ഡിസൈൻ ചെയ്തത്. അതിനുശേഷം ഗാന്ധിജിയുടെയൊക്കെ ഒരു സജഷൻ അനുസരിച്ച് അതിനകത്ത് മോഡിഫിക്കേഷൻസ് വരുത്തി, നടുക്കുള്ള ഈ വെള്ള കളറ് കയറ്റുകയും അതിനകത്ത് മറ്റേ സാരാനാഥിൽ സിംബൽ ഓഫ് അശോക ചക്രം, ധർമ്മചക്രം കൊണ്ടുവരികയും ചെയ്തു. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് പിന്നെ നേരെ 1950 സെലിബ്രേഷൻ്റെ വർഷമാണ്. കാരണം നമ്മൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും നാളെടുത്ത് അത് നിർമ്മിച്ചതിൻ്റെ ഫലം കിട്ടിയത് 1950. ആ വർഷം എന്താ നടന്നത്? ആ വർഷം 26-ാം തീയതി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തു. പക്ഷേ അതിന് 2 ദിവസം മുമ്പ് ജനുവരി 24 നമ്മൾ നാഷണൽ ആന്തം അഡോപ്റ്റ് ചെയ്തു, ജനഗണമന അഡോപ്റ്റ് ചെയ്തു, വന്ദേ മാതരം നാഷണൽ സോങ്ങും അഡോപ്റ്റ് ചെയ്തു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എലക്റ്റഡ് ആസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ റിപ്പബ്ലിക് ആവുന്നതിന് 2 ദിവസം 2 ദിവസം മുമ്പ്, അതായത് ജനുവരി 24 നമ്മൾ 2 പാട്ടും റെഡിയാക്കി, ഒരു പ്രസിഡൻറ്റിനെ റെഡിയാക്കി എന്നങ്ങ് ഓർത്താൽ മതി. ഓക്കെ. ആ 2 ഡേറ്റും കൂടെ നിങ്ങളങ്ങ് ഓർക്കുക. അതാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മളൊന്ന് റിവ്യൂ ചെയ്ത് നോക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ വർക്ക് എന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഹെൽഡ് 11 സെഷൻസ് ഇൻ ടോട്ടൽ. 11 സെഷനാണ്. ഇപ്പോൾ ഇന്ന് പറയല്ലോ, ഇന്ന് വിൻ്റർ സെഷൻ അങ്ങനെ പറയുന്ന പോലെ 11 സെഷനാണ്
നടത്തിയത്. ഇറ്റ്സ് വർക്ക് കണ്ടിന്യൂഡ് ഫോർ 2 years 11 months and 18 days. ഏതാണ്ട് 3 വർഷത്തിനോട് അടുപ്പിച്ച്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് സ്റ്റഡീഡ് അറൌണ്ട് 60 കോൺസ്റ്റിറ്റ്യൂഷൻസ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. 60 രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണഘടനകളെ എടുത്ത് പഠിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഒരു വർക്ക് അതിനകത്തോട്ട് ദ വർക്ക് ദാറ്റ് വെൻറ്റ് ഇൻ ടു ദിറ്റ് ഈസ് നോട്ട് വെരി മിനിമൽ അല്ലേ. ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡിസ്കസ്ഡ് ഫോർ 114 days ബിഫോർ ഫൈനൽ അപ്രൂവൽ. അംബേദ്കർജി ഈ ഡ്രാഫ്റ്റ് വെച്ച സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും ഫൈനൽ ഡ്രാഫ്റ്റ് വെച്ച നവംബർ 24 തോന്നുന്നു. നവംബർ 24 ഈ ജനുവരിക്ക് മുമ്പ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾ തെറ്റാണെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യണം കേട്ടോ. കാരണം എൻ്റെ ഓർമ്മയനുസരിച്ച് നാഷണൽ മിൽക്ക് ഡേയും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കൊടുത്തതും ഒരേ ദിവസമാണ്, നവംബർ 24. അപ്പോൾ അതിനുശേഷം 114 ദിവസം ചർച്ച ചെയ്തു അല്ലേ. The draft constitution was discussed for 114 days before final approval. The total expenditure on framing the Indian constitution was 64 lakh. 64 ലക്ഷം രൂപ ആ പേരിൽ ചിലവായി. അപ്പോൾ അങ്ങനെ അത് റിവ്യൂ പറയുമ്പോൾ 1950 വരെ. പക്ഷേ നമ്മൾ അതിനകത്തുള്ള കമ്മിറ്റികളുണ്ട്, അറിയാലോ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ട്, ഒരുപാട് കമ്മിറ്റികളുണ്ട്. അതിനകത്ത് ഒരുപാട് ഓരോരുത്തരും ഡീൽ ചെയ്തിരുന്ന മേഖലകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചെറിയ രീതിയിൽ ബോധവാനാവണം. അത് നമുക്ക് ഇപ്പോൾ ഒരു 45 മിനിറ്റോളം ആയല്ലോ ക്ലാസ്. അത് നമുക്ക് ഇപ്പോൾ ഇന്ന് എന്തായാലും ഇപ്പോൾ നൈറ്റ് ആയിരിക്കും ക്ലാസ് വരുന്നത്. ഇന്ന് സൺഡേ നൈറ്റാണ്. നിങ്ങളത് കണ്ടിട്ട് റിവൈസ് ചെയ്തിരുന്നു. നാളെ രാവിലെ ഏർലി മോർണിംഗ് ആ ഭാഗം കൂടെ വന്നിട്ട് നമ്മൾ ഈ ചാപ്റ്റർ തീർക്കും. നാളെ വൈകുന്നേരം ഇത് വരും കേട്ടോ. നാളെ വൈകുന്നേരം നമ്മുടെ ഇതും വരും, ചാപ്റ്റർ 3 വരും. ചാപ്റ്റർ 3 നമ്മൾ കിടക്കുക. ചാപ്റ്റർ 3 കടന്നാൽ പിന്നെ നമ്മൾ മുഴുവൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തോട്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അനാട്ടമിയിലോട്ട് ഡീപ്പായിട്ട് ഇറങ്ങാൻ പോവുക. ഓക്കെ, അപ്പോൾ നാളെ വൈകുന്നേരം ചാപ്റ്റർ 3 വരും. നാളെ രാവിലെ ചാപ്റ്റർ 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇതെന്തായാലും നിങ്ങൾ റിവൈസ് ചെയ്തോ. ഞാൻ പറഞ്ഞ പോലെ ആ ക്വസ്റ്റ്യൻസിൻ്റെ സെക്ഷൻ പോയി നോക്കണം. അവിടെ സ്ഥിരമായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ പഠിക്കുന്നതൊക്കെ നമുക്ക് ആ എക്സാം വരുന്ന സമയത്തേക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ പഠിക്കണം. മാക്സിമം എഫേർട്ടാണ്. അല്ല നമ്മൾ കുറേ നേരം നമ്മൾ അറ്റൻഷൻ വിട്ട പോലെ ഇരുന്നിട്ട് കാര്യമില്ല. ആ എഫേർട്ടിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ഓക്കെ, നാളെ രാവിലെ ഈ ക്ലാസ്സുമായിട്ട് വരാം. ഇന്നിത് കണ്ടിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് എല്ലാവരും ഹാവ് എ ഗുഡ് സ്ലീപ്പ്, ഹാവ് എ ഗുഡ് നൈറ്റ്. എല്ലാവരും റിലാക്സ് ചെയ്ത് ഉറങ്ങുക, പഠിച്ചൊക്കെ റിവൈസ് ചെയ്യുക. രാവിലെ എണീറ്റ് ഉന്മേഷത്തോടുകൂടെ വീണ്ടും പഠിക്കുക. ഓക്കെ അപ്പോൾ